എമ്പുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി കാട്ടാക്കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാളിദാസ് തിയേറ്ററിന് മുന്നിലെത്തി. എമ്പുരാൻ സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയുമെന്ന് ഹനുമാൻ സേന എന്ന സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് ബിജെപി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ തടയുമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിഷേധവുമായി ബിജെപിയോ സംഘപരിവാറോ തിയേറ്ററിലേക്ക് എത്തിയില്ല. മാറനല്ലൂർ, കാട്ടാക്കട എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. നമുക്കറിയാം, ഒരു സിനിമ, അത് ഏത് സിനിമയായാലും ആ സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തു മാറ്റണം എന്നതിനെ സംബന്ധിച്ച് ആ സിനിമ റിലീസ് ചെയ്ത ദിവസം മുതൽ, ആ സിനിമ സ്ക്രീനിലേക്ക് വന്ന ദിവസം മുതൽ കേരളമാകെ ചർച്ചയാണ്. RSSന്റെയും BJPയുടെയും IT സെല്ലുകളിൽ നിന്ന് പുറത്തു വരുന്ന വിഷലിപ്തമായ വാക്കുകൾ കേരളത്തിലാകെ ഒരു വർഗീയ കലാപമുണ്ടാക്കുന്ന നിലയിലേക്ക് പടച്ചുവിടുകയാണ്. സിനിമ എന്നത് കേവലം ഒരു കലയാണ്. ആ കലയെ സംബന്ധിച്ച്, അതിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ തിയേറ്ററിൽ കാണിക്കാൻ പാടില്ല എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ചില RSS ഹിന്ദു വർഗീയവാദികൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നത്, വർത്തമാനം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. കേരളം പോലൊരു സ്ഥലത്ത് ഈ രാജ്യത്ത് നടന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള ചിത്രങ്ങളും സംഭവങ്ങളും ചരിത്രവും അത് ഒരു ചിത്രത്തിൻ്റെ പ്രമേയത്തിൻ്റെ ഭാഗമായി വന്നുപോയി എന്നതിൻ്റെ പേരിൽ ആ ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനെയും ആ ചിത്രത്തിൽ അഭിനയിച്ച ആളുകളെയും ആ ചിത്രം എഴുതിയ ആളുകളെയും ഉൾപ്പെടെ വ്യക്തിപരമായി വേട്ടയാടുന്ന നിലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ RSSന്റെയും BJPയുടെയും കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ കാണുകയാണ്. ചിത്രത്തിൻ്റെ സംവിധായകൻ, ചിത്രത്തിൻ്റെ എഴുത്തുകാരൻ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തും എന്ന നിലയിൽ ഉൾപ്പെടെ വാർത്തകൾ, ആ നിലയിലേക്ക് വലിയ പ്രചരണം കേരളത്തിലാകെ BJPയുടെയും RSSന്റെയും കേന്ദ്രത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന നിലയാണുള്ളത്. കേരളത്തിൽ എത്രയോ സിനിമകളാണ് ഇറങ്ങിയത്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകളാണ് ഈ നിലയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നിലയിൽ MTയുടെ നിർമ്മാല്യം ഉൾപ്പെടെയുള്ള സിനിമകൾ ഇറങ്ങിയ നാടാണ് ഈ നാട്. ആ സിനിമകളെ വരവേറ്റ, ആ സിനിമകളെ കണ്ട നാടാണ് ഈ നാട്. ലെഫ്റ്റ് റൈറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള ഇടതുവിരുദ്ധമായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പ്രമേയം ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമ ഇവിടെ ഇറങ്ങിയിട്ടില്ല ഈ കേരളത്തിൽ. അതിനെതിരെ അത് നിർത്തണമെന്നോ, അത് റീസെൻസർ ചെയ്യണമെന്നോ, അത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നോ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞോ? ഇല്ല. ഇവിടെ ഒരു സിനിമയിൽ RSS വിരുദ്ധമായിട്ടുള്ള, ചരിത്രത്തിൽ RSSനോട് നീതി പുലർത്തുന്ന നിലയിലുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഉൾപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി കൗസർ ബാനു എന്ന പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് തൃശൂലം തിരികെ കയറ്റി അതിനകത്ത് നിന്ന് മാംസപിണ്ഡം, ജീവൻ തുടിക്കുന്ന മാംസപിണ്ഡത്തെ തൃശൂലത്തിന്റെ ഒരരികിൽ എടുത്തു വെച്ച് അത് ലോകത്തിന്റെ നെറുകയിൽ കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾക്കെതിരെ കളിച്ചാൽ ഈ രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് RSS ഹിന്ദുത്വ ബജരംഗ് ഭീകരവാദികൾ ഗുജറാത്തിൽ പ്രഖ്യാപിച്ചത് ഒരു സിനിമയുടെ ഭാഗമായി വന്നുപോയി എന്നതിന്റെ പേരിൽ ആ സിനിമയെ വേട്ടയാടുന്നു. ആ സിനിമ സംവിധാനം ചെയ്തയാളെയും ആ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയയാളെയും വേട്ടയാടുകയാണ് ഈ കേരളത്തിൽ. ഇത് കേരളമാണ്. ഞങ്ങളിവിടെ DYFI കേരളത്തിലാകെ ഈ ശബ്ദങ്ങൾ തുടങ്ങിയ സമയം മുതൽ DYFI ഈ സിനിമയ്ക്ക് പ്രഖ്യാപനമായി പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ നിലയിലേക്ക് സിനിമയെ മാത്രമല്ല, ഞങ്ങളിവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഒറ്റ കാരണമേ ഉള്ളൂ. ആ ഒറ്റ കാരണം, ഇതൊരു രാഷ്ട്രീയമായിട്ട് RSSും BJPയും ഇതിനെ കാണുന്നു എന്നതുകൊണ്ടാണ്.